അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എന്റെ പ്രിയപ്പെട്ട മുത്തുമീനുകളെ, ഓരോ ദിവസം കടന്നു പോകുമ്പോഴും നമ്മുടെ ആയുസ്സിന്റെ അളവ് കുറയുകയാണ്. ഈ പറയുന്ന എനിക്കോ ഈ കേൾക്കുന്ന നിങ്ങൾക്കോ നാളെ നാം ഉണ്ടാവുമോ എന്ന് പോലും നമ്മൾക്കാർക്കും തന്നെ പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിലും ഏത് പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുന്നവരാണെങ്കിലും ഖൈറും വശറും മിനല്ലാഹി തആല, നന്മയും തിന്മയും സർവശക്തനായ അല്ലാഹുവിൽ നിന്നുള്ളതാണ്. നമ്മൾ എത്രയേ ഭാഗ്യമുള്ളവരാണ്. കാരണം നമ്മളെക്കാട്ടിൽ കൈകാലുകൾ ഇല്ലാത്തവരും അതുപോലെ പ്രയാസങ്ങൾ അനുഭവങ്ങളൊക്കെ ഉള്ളവരെത്രയേ ഉണ്ട്. നമ്മളെക്കാട്ടിലും പ്രയാസങ്ങൾ ഉള്ളവരുണ്ട്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയേ നമ്മൾ ഭാഗ്യവാന്മാർ. അവിടെ നമ്മൾ നോക്കാം. അതിൽ അൽഹംദുലില്ലാഹ് എന്ന് പടച്ച റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ എപ്പോഴും പറയണം. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്തവർ എത്ര പേരുണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഭക്ഷണമുണ്ട്, കൊടുക്കാൻ പോലെ പല സൗകര്യങ്ങളും ഉണ്ട്. അവരിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാർ. അൽഹംദുലില്ലാഹ്. പിന്നെ നമുക്ക് സമാധാനം ഉണ്ടാവാൻ വേണ്ടി 5 വഖ്ത് നിസ്കാരവും കൃത്യമായി ഖളാ ആക്കാതെ നിസ്കരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ അവൻ പറയുന്നുണ്ടല്ലോ, അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നിനക്കറിഞ്ഞുകൂടെ അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. നമ്മൾ ജീവിതത്തിൽ പകർത്തണം, പറഞ്ഞു കൊടുക്കണം. പിന്നെ അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് ഇൽമ് പറഞ്ഞു കൊടുക്കണം. അതുപോലെ ഭൗതികവും വേണം. അതുപോലെ ഇസ്ലാമികമായിട്ടുള്ള ഇൽമ് പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെ മുതിർന്നവരെ ബഹുമാനിക്കാനും അവരെ സ്നേഹിക്കാനും പറഞ്ഞു കൊടുക്കണം. അതുപോലെ നമ്മൾ അവരെ പ്രത്യേകിച്ച് നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവരെ നിസ്കരിപ്പിക്കാൻ കൽപ്പിക്കണം. നമ്മളെ കുട്ടികളെ വെറും കളിയുടെയോ വേറെ വല്ല പരിപാടിയിലോ വിട്ടയക്കാതെ അവരെ ആത്മീയ മജ്‌ലിസുമായിട്ട് അതിലേക്ക് അവരെ കൊണ്ടുവരണം. അതിലേക്ക് അവരോട് പോവാൻ കൽപ്പിക്കണം. പിന്നെ അതുപോലെ നല്ലൊരു സൽസ്വഭാവികളാക്കാൻ നമ്മൾ അവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. അവർ ഏത് പേക്കൂത്തിലേക്ക് പോകുന്നതാണെങ്കിൽ നമ്മൾ കണ്ടാൽ അവരെ തടയണം. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വളരെ സങ്കടകരമായ പേടിപ്പെടുത്തുന്ന വാർത്തകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. MDMA ഉപയോഗിച്ച് അതുപോലെ കഞ്ചാവിന് അഡിക്റ്റായി ഇത് നടത്താതിരിക്കാൻ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കണം. അവിടെ നമ്മൾ പൂർണ്ണമായി അവരെ അതിൽ നിന്ന് മാറ്റിയെടുക്കാനും അവർ അതിലേക്ക് പോവാതിരിക്കാനും നമ്മൾ അവരെ ചെറുപ്പം മുതലേ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുവരണം. അവരെ നിസ്കരിപ്പിക്കാൻ കൽപ്പിക്കണം. മക്കളെ തെറ്റി കണ്ടാൽ തിരുത്തുകയാണ് വേണ്ടത്. അതുപോലെ അവൻ ഇപ്പോൾ ചെറുതാണ്, ഇനി വലുതാവുമ്പോൾ നന്നാവും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഒരു കാര്യവുമില്ല. കുട്ടികളെ ചെറുപ്പം മുതലേ നമ്മൾ നന്നാക്കുന്നതോട് കൂടിയാണ് അവർ പെൽപ്പറ്റക്ക് നമ്മളെ അനുസരിക്കുന്ന, അതായത് നമ്മളെ നോക്കുന്ന, നമ്മൾക്ക് പ്രിയപ്പെട്ട നമ്മളെ മക്കളായി മാറുകയുള്ളൂ. ഭൗതികമായിട്ടുള്ള അറിവും വേണം, ഇസ്ലാമികമായിട്ടുള്ള അറിവ് മസ്റ്റായിട്ട് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുട്ടികളെല്ലാവരെയും സ്വാലിഹീങ്ങളിലും ഉൾപ്പെടുത്തിയിട്ട് അവൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ നമ്മളെ കുട്ടികളെയും നമ്മൾക്ക് പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളെയും എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മൾ എല്ലാവരെയും അപകട മരണങ്ങളെ കാത്തുരക്ഷിക്കട്ടെ. അറിഞ്ഞും അറിയാതെയും പരസ്യമായി രഹസ്യമായി
പല തെറ്റുകുറ്റങ്ങളും നമ്മൾക്ക് വന്നിട്ടുണ്ട്. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാവരും മാപ്പാക്കി തരണം. അടിമ ചെല്ലി മരിക്കുന്നവരുടെ കുറ്റത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മൾ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളെയും എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ വിശാലമാക്കി സ്വർഗപൂതോപാക്കി നൽകി കൊടുക്കട്ടെ. അടച്ച റബ്ബായ അല്ലാഹു നമ്മളെല്ലാവരെയും ജന്നത്തുൽ നഈമിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മോട് ദുആ ചെയ്യാൻ പറഞ്ഞവരുടെ എന്ത് ഹലാലായ ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹസിലാക്കി കൊടുക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സിയാത്തുകൾ ചെയ്യാൻ നമ്മൾക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ.